ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 8ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിൻ്റെ ഓണം എക്സാമുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത്, അവയുടെ ആൻസേഴ്സ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. 1 മുതൽ 6 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 5 എണ്ണത്തിന് ഉത്തരം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓരോന്നിനും 2 സ്കോർ വീതമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഒന്നാമത്തെ ചോദ്യം, നവീന ശിലായുഗത്തിലെ മനുഷ്യർ ഭക്ഷ്യശേഖരണത്തിൽ നിന്നും ഭക്ഷ്യോൽപാദനത്തിലേക്ക് മാറാനുള്ള കാരണങ്ങളിൽ ഏതെങ്കിലും 2 എണ്ണം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. പരിസ്ഥിതിയിലുണ്ടായ മാറ്റങ്ങൾ, അതുപോലെ തന്നെ ഭക്ഷണത്തിൻ്റെ ലഭ്യതക്കുറവ്, ജനസംഖ്യാ വർധനവ്, ഇതൊക്കെയായിരുന്നു പ്രധാനമായിട്ടും അവർ ഭക്ഷ്യശേഖരണത്തിൽ നിന്നും ഭക്ഷ്യോൽപാദനത്തിലേക്ക് മാറാനുള്ള കാരണം. ഇനി രണ്ടാമത്തെ ചോദ്യം, ഭൂവൽക്കത്തിൻ്റെ സവിശേഷതകൾ എന്തെല്ലാം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്തൊക്കെയാണ്? ഭൂമിയുടെ താരതമ്യേന നേർത്ത പുറന്തോടാണ് ഭൂവൽക്കം എന്ന് പറയുന്നത്. ഏകദേശം 40 കിലോമീറ്റർ കനമാണുള്ളത്. 2 ഭാഗങ്ങളുണ്ട്, വൻകര ഭൂവൽക്കവും സമുദ്ര ഭൂവൽക്കവും. ഓക്കെ, ഇനി മൂന്നാമത്തെ ചോദ്യം നോക്കാം. സിക്കുറാത്തുകൾ എന്നാൽ എന്ത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സിക്കുറാത്തുകളുടെ ഏതെങ്കിലും ഒരു സവിശേഷത എഴുതാനും പറഞ്ഞിട്ടുണ്ട്. എന്താണ് സിക്കുറാത്തുകൾ എന്ന് പറഞ്ഞാൽ? മെസൊപ്പൊട്ടോമിയൻ ജനതയുടെ ആരാധനാലയങ്ങളാണ് നമ്മൾ സിക്കുറാത്തുകൾ എന്ന് പറയുന്നത്. നഗരങ്ങളിലാണ് ഈ ആരാധനാലയങ്ങൾ നിർമ്മിച്ചിരുന്നത്. അതുപോലെ തന്നെ മൺകൂനകൾ നിർമ്മിച്ച് അതിനു മുകളിൽ ഇഷ്ടികകൾ ഉപയോഗിച്ചാണ് ഇത് പണിതിട്ടുള്ളത്. ഓക്കെ, ഇനി നാലാമത്തെ ചോദ്യം, സിന്ധു നദീതട സംസ്കാരത്തിൻ്റെ ഉത്ഖനനം സൂചിപ്പിക്കുന്ന ഡയഗ്രം പൂർത്തിയാക്കുക. സിന്ധു നദീതട സംസ്കാരം, ദയാറാം സാഹിനി, പിന്നെന്തൊക്കെയാണ്? അത് കണ്ടുപിടിച്ചിട്ടുള്ളത് മറ്റൊരാൾ RD ബാനർജിയാണ്. RD ബാനർജി. മോഹൻജദാരോ ഉണ്ട്. ദയാറാം സാഹിനി കണ്ടുപിടിച്ചത് ഹാരപ്പയായിരുന്നു. അപ്പോൾ അവിടെ ആൻസർ ആയിട്ട് വരുന്നത് RD ബാനർജി, അതുപോലെ തന്നെ ഹരപ്പ. ഇതൊക്കെയാണ്, ഈ 2 ആൻസറാണ് അവിടെ വരേണ്ടത്. അടുത്ത ചോദ്യം നോക്കാം. 5ാമത്തെ ചോദ്യമാണ്, മധ്യപ്രദേശിലെ പ്രാചീന ശിലായുഗ കേന്ദ്രം ഏത്? ഇതിൻ്റെ പ്രധാന സവിശേഷത എന്ത്? ഏതാണ് മധ്യപ്രദേശിലെ പ്രാചീന ശിലായുഗ കേന്ദ്രം എന്ന് പറയുന്നത്? ബിംബേഡ്കയാണ്. ഓക്കെ, ബിംബേഡ്ക. ഇതിൻ്റെ പ്രധാന സവിശേഷത എന്ന് പറയുന്നത് കല്ലുകൊണ്ടുള്ള വാസസ്ഥലങ്ങളാണ് ഇത്. ഇനി ഇതിലെ അടുത്ത ചോദ്യം 6ാമത്തേത്, ആഗ്നേയശിലക രൂപം കൊള്ളുന്നത് എങ്ങനെയാണ്? ആഗ്നേയശിലക്ക് ഒരു ഉദാഹരണം എഴുതാനും പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ്? ഭൂവൽക്കത്തിലെ വിടവുകളിലൂടെ ഉയരുന്ന ഉരുകിയ ശിലാദ്രവ്യം ഭൗമോപരിതലത്തിൽ വെച്ചോ ഭൂവൽക്കത്തിനുള്ളിൽ വെച്ചോ തണുത്തുറഞ്ഞു രൂപപ്പെടുന്ന ശിലകളെയാണ് നമ്മൾ ആഗ്നേയശിലകൾ എന്ന് പറയാം. ഒന്നുകൂടെ പറയാം. ഭൂവൽക്കത്തിലെ വിടവുകളിലൂടെ ഉയരുന്ന ഉരുകിയ ശിലാദ്രവ്യം ഭൗമോപരിതലത്തിൽ വെച്ചോ ഭൂവൽക്കത്തിനുള്ളിൽ വെച്ചോ തണുത്തുറഞ്ഞു രൂപപ്പെടുന്ന ശിലകൾ. ഉദാഹരണം ഗ്രാനൈറ്റ്, ബസാൾട്ട്. ഇതൊക്കെ അതിന് ഉദാഹരണങ്ങളാണ്. 7ാമത്തേത് അടുത്ത സെക്ഷനാണ്. 7 മുതൽ 11 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 4 എണ്ണത്തിനാണ് ഉത്തരം എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. ഓരോന്നിനും 3 സ്കോർ വീതമാണ്. 7ാമത്തെ ചോദ്യം, അപക്ഷയം എന്നാൽ എന്ത്? ഏതെങ്കിലും 2 അപക്ഷയങ്ങളുടെ ഉദാഹരണം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ശിലകൾ പൊടിയുകയോ വിഘടിക്കുകയോ ചെയ്യുന്ന പ്രക്രിയക്കാണ് നമ്മൾ അപക്ഷയം എന്ന് പറയുന്നത്. ഏതൊക്കെയാണ് ഉദാഹരണം? ഭൗതിക അപക്ഷയം, രാസിക അപക്ഷയം, ജൈവിക അപക്ഷയം. ഇങ്ങനെ 3 അപക്ഷയങ്ങളാണുള്ളത്. ഭൗതിക അപക്ഷയം, രാസിക അപക്ഷയം, ജൈവിക അപക്ഷയം. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്തതെന്ന് പറയുന്നത് 8ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. രാജ്യസഭയുടെ ഏതെങ്കിലും 3 സവിശേഷതകൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഏതൊക്കെയാണ്? തെരഞ്ഞെടുക്കപ്പെട്ട 238 അംഗങ്ങൾ ഉണ്ടായിരിക്കും. നാമനിർദ്ദേശം ചെയ്യപ്പെട്ട 12 അംഗങ്ങൾ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ സ്ഥിരം സഭയായിരിക്കും. ഉപരാഷ്ട്രപതി അധ്യക്ഷനായിരിക്കും. അതുപോലെ തന്നെ സംസ്ഥാനങ്ങളുടെ കൗൺസിൽ എന്നറിയപ്പെടുകയും ചെയ്യും. ഒന്നുകൂടെ പറയാം. 238 അംഗങ്ങളുണ്ടായിരിക്കും. നാമനിർദ്ദേശം ചെയ്യപ്പെട്ട 12 അംഗങ്ങളുണ്ടായിരിക്കും. അതുപോലെ തന്നെ സ്ഥിരം സഭയായിരിക്കും. ഉപരാഷ്ട്രപതി അധ്യക്ഷനായിരിക്കും. സംസ്ഥാനങ്ങളുടെ കൗൺസിൽ എന്ന് അറിയപ്പെടുകയും ചെയ്യുന്നു. ഓക്കെ, ഇനി 9ാമത്തെ ചോദ്യം, ഹാരപ്പയിലെ നഗരങ്ങളുടെ പ്രധാന സവിശേഷതകളിലൊന്നായ അഴുക്കുചാൽ സംവിധാനത്തെക്കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കാനാണ് പറയുന്നത്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ എഴുതാം നമുക്ക്? വീടുകളിൽ നിന്നുള്ള മലിനജലം ചാലുകളിലേക്ക് ഒഴുക്കിയിരുന്നു. ഈ ചാലുകളെ നഗരത്തിലെ പ്രധാന അഴുക്കുചാലുമായി ബന്ധിപ്പിച്ചിരുന്നു. അതുമാത്രമല്ല, അവ ചുട്ട ഇഷ്ടികകൾ ഉപയോഗിച്ചായിരുന്നു ഈ അഴുക്കുചാല് നിർമ്മിച്ചിരുന്നത്. സ്ലാബുകൾ ഉപയോഗിച്ച് അവ മൂടിയിരുന്നു. അഥവാ ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന തരത്തിലുള്ള അഴുക്കുചാൽ സിസ്റ്റം ആയിരുന്നു അന്ന് ഉണ്ടായിരുന്നത് എന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. ഓക്കെ, ഇനി ഇതിലെ 10ാമത്തെ ചോദ്യം. 11ാമത്തെ ചോദ്യം, മണ്ണിൻ്റെ രൂപീകരണത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തെല്ലാം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്തൊക്കെയാണ്? കാലാവസ്ഥ, ഭൂപ്രകൃതി, മാതൃശില, സമയം, സസ്യങ്ങളും ജന്തുക്കളും. ഇതൊക്കെയായിരുന്നു മണ്ണിൻ്റെ രൂപീകരണത്തെ സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്ന് പറയുന്നത്. ഇനി 11ാമത്തെ ചോദ്യം, ചാതൽ ഹൊയ്ക്ക് നിന്ന് ലഭിച്ച തെളിവുകൾ താമ്രശിലായുഗത്തെക്കുറിച്ച് എന്തെല്ലാം വിവരങ്ങളാണ് നമുക്ക് നൽകുന്നത്?
നഗരജീവിതത്തിൻ്റെ ആദിമ രൂപം നിലനിന്നിരുന്ന കേന്ദ്രത്തെക്കുറിച്ചിട്ട് വാസസ്ഥലങ്ങളുടെ അവശിഷ്ടങ്ങളാണ് ഇവിടെ നിന്നും കൂടുതലായി ലഭിച്ചിട്ടുള്ളത്. ചെളിക്കട്ടകൾ കൊണ്ടായിരുന്നു കുടിലുകൾ നിർമ്മിച്ചിരുന്നത്. കുടിലുകളുടെ ഭിത്തികളിൽ ചിത്രങ്ങൾ വരച്ചിരുന്നു. ഇത്രയും വിവരങ്ങളാണ് നമുക്ക് അവിടെ നിന്നും ലഭിച്ചിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 12 എ കോളത്തിന് യോജിച്ചവ ബി കോളത്തിൽ നിന്നും തിരഞ്ഞെടുത്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. എയിൽ തന്നിട്ടുള്ളത് ഫറോവ, പിരമിഡ്, ഹൈറോഗ്ലിഫിക്സ്, സിംഫിങ്സ്. ബിയിൽ തന്നിട്ടുള്ളത് വിശുദ്ധമായ എഴുത്ത്, പ്രതിമ, ശവകുടീരം, രാജാവ്. ഇതിൽ ശരിയായിട്ടുള്ളത് ഏതാണ്? ഫറോവുമായി ശരിയായിട്ടുള്ളത് രാജാവ് എന്നതും പിരമിഡ് എന്ന് പറയുന്നത് ശവകുടീരമാണ്. അതുപോലെ തന്നെ ഹൈറോഗ്ലിഫിക്സ് എന്ന് പറയുന്നത് വിശുദ്ധമായ എഴുത്തിനെയാണ്. സിഫിങ്സ് എന്ന് പറയുന്നത് ഒരു പ്രതിമയുടെ പേരാണ്. ഇനി 13 ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ തകർച്ചയ്ക്കുള്ള കാരണങ്ങൾ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയായിരുന്നു? വെള്ളപ്പൊക്കം, പുറമേ നിന്നുള്ള ആക്രമണങ്ങൾ, വനനശീകരണം, കാർഷിക മേഖലയിലുണ്ടായ തകർച്ച, പകർച്ചവ്യാധികൾ. ഇതൊക്കെയായിരുന്നു പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം നോക്കാം. 14ാമത്തെ ചോദ്യമാണ്. പ്രാചീന ശിലായുഗത്തിൽ നിന്നും നവീന ശിലായുഗത്തിനുള്ള വ്യത്യാസങ്ങൾ സൂചിപ്പിക്കുന്ന പട്ടിക പൂർത്തിയാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. പാത്ര നിർമ്മാണം എങ്ങനെയായിരുന്നു? മരനാരുകൾ കൊണ്ട് പാത്രങ്ങൾ നിർമ്മിക്കുകയായിരുന്നു. നവീന ശിലായുഗത്തിലാണെങ്കിൽ മൺപാത്രങ്ങൾ കൊണ്ടാണ് നിർമ്മിച്ചിരുന്നത്. ഇനി ഉപകരണങ്ങളാണെങ്കിലോ പ്രാചീന ശിലായുഗത്തിൽ പരുക്കൻ ശിലായുധങ്ങളായിരുന്നു. അതുപോലെ തന്നെ നവീന ശിലായുഗത്തിൽ മിനുസപ്പെടുത്തിയ ശിലായുധങ്ങളായിരുന്നു ഉപയോഗിച്ചിരുന്നത്. തൊഴിലാണെങ്കിലോ വേട്ടയാടലായിരുന്നു പ്രാചീന ശിലായുഗത്തിൽ. കൃഷി അതുപോലെ തന്നെ മൃഗപരിപാലനമായിരുന്നു നവീന ശിലായുഗത്തിൽ. അപ്പോൾ ഇങ്ങനെയാണ് കൂട്ടുകാരെ ഈ പട്ടിക നിങ്ങൾ പൂർത്തിയാക്കേണ്ടത്. അടുത്ത ചോദ്യം നോക്കാം. 15ാമത്തെ ചോദ്യമാണ്. ഹാരപ്പൻ ധാന്യപ്പുരകൾ, കൃഷി എന്നിവയെക്കുറിച്ച് വിശദമാക്കാനാണ് പറയുന്നത്. എന്തൊക്കെയായിരുന്നു ഹാരപ്പയിലെ ധാന്യപുരങ്ങൾ എന്ന് പറയുന്നത്? ധാന്യങ്ങൾ ഉണക്കാനും സംഭരിക്കാനുമുള്ള വലിയ കെട്ടിടങ്ങളായിരുന്നു അവ. കൂടാതെ ഗോതമ്പ്, പാർലി, തിന, എള്ള്, പയറുവർഗ്ഗങ്ങൾ എന്നിവയുടെ അവശിഷ്ടങ്ങൾ അവിടെ നിന്ന് ലഭിച്ചിട്ടുണ്ട്. കൃഷിയാണെങ്കിൽ ഗുജറാത്തിലെ റാങ്പൂർ, ലോഥാൽ എന്നിവിടങ്ങളിൽ നെല്ല് കൃഷി ചെയ്തിരുന്നതിൻ്റെ തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. പരുത്തിയും കൃഷി ചെയ്തിരുന്നതായിട്ട് നമുക്ക് തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. ഓക്കെ. ഇനി 16ാമത്തെ ചോദ്യം. നവീന ശിലായുഗത്തിലെ സാങ്കേതിക നേട്ടങ്ങൾ വിശകലനം ചെയ്യാനാണ് പറയുന്നത്. എന്തൊക്കെ നേട്ടങ്ങളായിരുന്നു? മുനയുള്ള മിനുസപ്പെടുത്തിയ ശിലായുധങ്ങളായിരുന്നു ഉപയോഗിച്ചിരുന്നത്. കളിമൺ പാത്രങ്ങൾ നിർമ്മിച്ചിരുന്നു. ചങ്ങാട്ടങ്ങൾ ഉപയോഗിച്ചിരുന്നു. തടി കൊണ്ടുള്ള കലപ്പയും തൂമ്പയും നിർമ്മിച്ചു. എല്ലുകൊണ്ട് നിർമ്മിച്ച സൂചി ഉപയോഗിച്ച് ചണനാരുകൾ കൊണ്ട് വസ്ത്രങ്ങൾ നെയ്തു. തടിയുടെ പിടിയിട്ട് കൈകോടാലികളും കല്ലുകൊണ്ടുള്ള അരിവാളുകളും ഉപയോഗിച്ചിരുന്നു. മൺപാത്ര നിർമ്മാണത്തിന് തടി കൊണ്ടുള്ള ചക്രങ്ങൾ ഉപയോഗിച്ചിരുന്നു. കല്ല്, തടി, എല്ല് എന്നിവ കൊണ്ട് ആഭരണങ്ങൾ നിർമ്മിച്ചു. ചൂണ്ടയും ചാട്ടുളിയും ഉപയോഗിച്ച് മീൻ പിടിച്ചു. ഇതൊക്കെയായിരുന്നു നവീന ശിലായുഗത്തിൻ്റെ പ്രധാനപ്പെട്ട നേട്ടങ്ങൾ എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ അവസാനത്തെ ചോദ്യം. ജീവന്റെ നിലനിൽപ്പിന് മണ്ണ് സംരക്ഷണം അനിവാര്യമാണ്. ഈ പ്രസ്താവന സാധൂകരിക്കാനാണ് പറയുന്നത്. എന്തൊക്കെയാണ്? മണ്ണ് അനിവാര്യമായതാണല്ലേ. വനനശീകരണം തടയുക എന്നുള്ളതാണ് നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത്. എന്നാണ് മണ്ണ് സംരക്ഷണം നമുക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ വിള പരിവൃത്തി, തട്ടുകൃഷി, തടയണ നിർമ്മാണം, ശാസ്ത്രീയ ഭൂവിനിയോഗം, വനവൽക്കരണം. ഇതൊക്കെ നമ്മൾ നോക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ നമുക്കറിയാം ലാസ്റ്റത്തെ എന്ന് പറയുന്നത് 5 മാർക്കിൻ്റെ ചോദ്യമാണ്. അപ്പോൾ നിങ്ങൾ ഈ പോയിന്റ്സ് മാത്രം എഴുതിയാൽ പോരാ, ഒന്നും കൂടി ഡിസ്ക്രൈബ് ചെയ്തിട്ട് എഴുതണം, വിശദീകരിച്ച് എഴുതണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടുകയുള്ളൂ. 5 മാർക്ക് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു പേജിൻ്റെ അടുത്ത് നിങ്ങൾ എഴുതാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഇത്രയുമാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പർ. എല്ലാവർക്കും നല്ല മാർക്ക് തന്നെ സ്കോർ ചെയ്യാൻ വേണ്ടി കഴിയട്ടെ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.